വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയ ആപ്പുകൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് സൈഡിലായിക്കൊണ്ട് നീല നിറത്തിലുള്ള ഒരു വളയം കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഒരുപാട് പേര് ചോദിക്കേണ്ട എന്താണ് ഈ ഒരു നീല നിറത്തിലുള്ള വളയം എന്ന്. വളരെ സിമ്പിൾ ആണ്. ഇത് മെറ്റയുടെ AI അപ്ഡേഷൻ ആണ്. എന്താണ് AI അപ്ഡേഷൻ? ഇതുകൊണ്ട് എന്താണ് നമുക്ക് ഗുണം? ഈ ഒരു AI അപ്ഡേഷൻ എങ്ങനെയെല്ലാം നമുക്ക് ഗുണപ്രദമാകും എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മളൊന്ന് നോക്കാൻ പോകുന്നത്. ഇത് കണ്ട് പേടിക്കാനൊന്നുമില്ല. മെറ്റ അവതരിപ്പിച്ചിട്ടുള്ള പുതിയ AIയുടെ അപ്ഡേഷൻ ആണിത്. 2 മാസം മുന്നാണ് മെറ്റയുടെ ഈ AI അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ടാണ് ഇപ്പോൾ കൂടുതൽ പേർക്ക് ഈ ഒരു മെറ്റ AIയുടെ അപ്ഡേഷൻ കിട്ടി തുടങ്ങിയത്. എന്താണ് ഈ AI എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം വരുന്നത്. നമ്മൾ ഗൂഗിൾ പോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റു പ്ലാറ്റ്ഫോമിലേക്ക് പോകാതെ തന്നെ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ ഇരുന്നും അതുപോലെ തന്നെ നമ്മൾ വാട്സപ്പിൽ ഇരുന്നും കൊണ്ട് തന്നെ നമുക്ക് സെർച്ച് ചെയ്യുവാനും അതിനുള്ള ആൻസർ കണ്ടെത്തുവാനും സാധിക്കും. ഒരു AIയുടെ ഫീച്ചർ നമുക്ക് വാട്സപ്പിലൂടെ അതുപോലെ ഇൻസ്റ്റഗ്രാമിലൂടെ മാത്രമല്ല, നമുക്ക് meta.ai എന്നുള്ള ഈ UR ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കയറിക്കൊണ്ട് ഇതുപോലെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇപ്പൊ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് മെറ്റ അവതരിപ്പിച്ചിട്ടുള്ള വാട്സപ്പിൽ വന്നിട്ടുള്ള ഈ അപ്ഡേറ്റ് എങ്ങനെ നമുക്ക് ഉപയോഗപ്രദമാക്കാം, എന്താണ് അതുകൊണ്ടുള്ള ഉപയോഗം എന്നാണ് നോക്കാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിവിടെ ഒരു AI അപ്ഡേഷൻ കിട്ടിയ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ റൈറ്റ് സൈഡിലായി കൊണ്ടൊരു AIയുടെ ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു AI ഐക്കണിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ആസ്ക് മെറ്റ AI എനിത്തിങ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. നമ്മളൊരു ഹായ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ AI നമുക്ക് റീപ്ലൈ തരും. കണ്ടില്ലേ, നമുക്ക് ആയുമായി ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ നമുക്ക് അവർ റീപ്ലൈ തരുന്നതാണ്. ഇനി നമുക്ക് എന്തെങ്കിലും സംശയമുള്ള കാര്യങ്ങൾ, നമ്മൾ ഗൂഗിളിലാണ് ചില കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് നോക്കാറ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് പോകാതെ തന്നെ ഇതിലൂടെ നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഞാനിവിടെ സെർച്ച് ചെയ്യുകയാണ്. പ്ലീസ് പ്രിപ്പയർ ബയോഡാറ്റ ഫോർ മീ എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്യുകയാണ്. ഇങ്ങനെ ടൈപ്പ് ചെയ്ത് നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ബയോഡാറ്റ നമുക്ക് പ്രിപ്പയർ ചെയ്യുക എന്ന് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ AI നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തെല്ലാം ചെയ്യണം, ഫുൾ നെയിം കൊടുക്കണം, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് AI നമുക്ക് വളരെ കൃത്യമായിക്കൊണ്ട് തന്നെ പറഞ്ഞു തരുന്നതാണ്. ഏതൊരു കാര്യമുണ്ടെങ്കിലും നമുക്കിതുപോലെ AIയോട് ചോദിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഞാനിവിടെ മറ്റൊരു കാര്യം കൂടെ സെർച്ച് ചെയ്ത് നോക്കിയാണ്. അതിനായിട്ട് ഞാനിവിടെ വീണ്ടും ടൈപ്പ് ചെയ്യുകയാണ്, ഹൗ ടു പ്രിപ്പയർ ഫിഷ് കറി. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു ഫിഷ് കറി ഉണ്ടാക്കിയെന്ന് നമ്മൾ AIയോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വ്യക്തമായിട്ടുള്ള റീപ്ലൈ നമുക്ക് AI തരുന്നതാണ്. എന്തെല്ലാം ചെയ്യണമെന്നും വളരെ വ്യക്തമായിക്കൊണ്ട് ഇതിന് AI നമുക്ക് റീപ്ലൈ തരുന്നതാണ്. അപ്പോൾ നമ്മൾ ഗൂഗിളിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു AIയുടെ സഹായത്തോട് കൂടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ സിമ്പിളായിക്കൊണ്ട് മനസ്സിലാക്കാനും അതുപോലെ അത് മനസ്സിലാക്കി അതുപോലെ ചെയ്യുവാനും സാധിക്കുന്നതാണ്. കണ്ടില്ല, വാട്സപ്പിൽ നിന്നും പുറത്തു പോകാതെ തന്നെ നമുക്ക് ഈ വാട്സപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ മറ്റ് പ്ലാറ്റ്ഫോമുകളൊന്നും ഉപയോഗിക്കാതെ വാട്സപ്പ് തന്നെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ അപ്ഡേഷനുകളാണ് ഈ മെറ്റയുടെ AI കൊണ്ടുവന്നിട്ടുള്ളത്. ഈ AIയുടെ ഈ ഒരു അപ്ഡേഷൻ നമുക്ക് ഇതുപോലെ ഇങ്ങനെ AIയുടെ പേഴ്സണലായിട്ട് മാത്രമല്ല, അത് നമുക്ക് ചില ഗ്രൂപ്പുകളിലും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. AI അപ്ഡേഷൻ കിട്ടിയ ആൾക്കാരുണ്ട് എങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഗ്രൂപ്പുകളിൽ എന്തെങ്കിലും ചർച്ച നടക്കുന്ന സമയത്ത് ചില കാര്യങ്ങളുമായിട്ട് ഡൗട്ടുകളൊക്കെ ഉണ്ട് എങ്കിൽ നമുക്ക് ആ ഗ്രൂപ്പിലൂടെ തന്നെ ഇതുപോലെ നമുക്ക് AIയുടെ സഹായത്തോട് കൂടിയിട്ട് അവർക്ക് ഒരു ആൻസർ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ താഴെ ആയിക്കൊണ്ട് നമുക്ക് അറ്റെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അറ്റെന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള മെമ്പേഴ്സിനെ കാണാൻ വേണ്ടി സാധിക്കും. മുകളിലായിക്കൊണ്ട് നമുക്ക് മെറ്റയുടെ AI എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾക്ക് എന്താണ് ചോദിക്കാനുള്ളത് ആ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഇവിടെ AIയോട് ചോദിക്കാൻ വേണ്ടി സാധിക്കും. ഇത് മെറ്റയുടെ AI അപ്ഡേഷൻ കിട്ടിയവർക്ക്, ഇനി കിട്ടാത്ത ആരെങ്കിലും ഉണ്ട് എങ്കിലും നമുക്ക് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് അതിൻ്റെ ആൻസർ അതിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ ഫോർ എക്സാമ്പിൾ ഒരു ചോദ്യം AIയോട് ചോദിക്കുകയാണ്, ഹൗ ടു പ്രിപ്പയർ ചിക്കൻ കറി എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഇതിൻ്റെ ആൻസർ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് ഡൗട്ടുള്ള കാര്യങ്ങൾ മറ്റേ പ്ലാറ്റ്ഫോമിൽ പോയി കോപ്പി ചെയ്യാതെ തന്നെ AIയുടെ സഹായത്തോട് കൂടിയിട്ട് ഇതുപോലെ കണ്ടില്ലേ. അപ്പോൾ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഇതിൻ്റെ ആൻസർ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നും എത്ര മിനിറ്റാണ് ഇത് ചെയ്യേണ്ടതെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് AI നമുക്കിവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഒരു AIയുടെ അപ്ഡേഷൻ കിട്ടിയവന് വിഷമിക്കേണ്ട ആവശ്യമില്ല. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു അപ്ഡേഷൻ തന്നെയാണ്. നമുക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ AIയോട് ചോദിച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അപ്ഡേഷൻ എന്ന് തന്നെ പറയാൻ വേണ്ടി സാധിക്കും. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ, സി യു.